തന്നെ എല്ലാ വിഭാഗക്കാരും, അതായത് സർക്കാർ തലത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മരണസംഖ്യ 22ആയി ഉയർന്നിരിക്കുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥരും, ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ. അതിന്റെ തീവ്ര ശ്രമത്തിലാണ്. ഏതൊക്കെ അതായത് അതിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ഇതുവരെയും കൈവശം കിട്ടിയിട്ടില്ല. എത്ര പേർ ഇന്ന് ജോലിക്ക് എത്തി, എത്ര പേർ, സാധാരണ 50-ലധികം പേർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച ദിവസമായ ഇന്ന് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സ്ത്രീകൾ, സാധാരണ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവധി ദിവസങ്ങൾ കുട്ടികളെ കൂടെ കൂട്ടാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും കുട്ടികളെ കൂടെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അനുഷ്ഠിച്ചത്. സജൻ, അതുപോലെ തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ പടക്ക നിർമ്മാണശാല പാലിച്ചിരുന്നില്ല എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഉടമസ്ഥൻ ഗോവിന്ദനല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തു മാണിക്യം എന്ന ആളുടെ കമ്പനിയാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നതായാണ് അറിയുന്നത്. അതിനുശേഷമേ നമുക്ക് ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതേപോലെ ലൈസൻസിനെ കുറിച്ചുള്ള ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ അനധികൃതമായി ഈ നിർമ്മാണശാല പ്രവർത്തിച്ചു തരുമോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അന്വേഷണത്തിന് ശേഷമേ ഇതിനെക്കുറിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എന്നുള്ള വിവരം